ഹായ്, ഇന്ന് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നതാ ഒരു വെറൈറ്റി ഐറ്റംസ് വീടുമാണ്. ഒരു സിമെൻറ്റ് വീടും പിന്നെ മുന്നിൽ നമുക്ക് ചെടികളൊക്കെ വെക്കാനുള്ള ചെറിയൊരു പോട്ടും, അതായത് ചെടി പുല്ല്. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. ഒന്ന്, ഇത് ഇൻഡോറിൽ വെക്കാം, നമുക്ക് വീടിൻ്റെ അകത്ത് വെക്കാം, അതേപോലെ തന്നെ വീടിന് പുറത്ത് വെക്കാം. വീടിന് പുറത്ത് വെച്ചിട്ട് ഇതിൽ മണ്ണ് വെച്ചിട്ട് നമുക്ക് കുറച്ച് ചെറിയ പുല്ലുകളും ചെറിയ തൈകളൊക്കെ വെക്കാം മുന്നിൽ. അഥവാ ഇൻഡോറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ചെറിയ ചെടികളൊക്കെ പ്ലാസ്റ്റിക് ചെടികളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാക്കാം. രണ്ട് രീതിയിലും ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ നിർമ്മാണത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതെങ്ങനെ എത്ര എളുപ്പത്തിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതിങ്ങനെ നിർമ്മിച്ചെടുക്കാമെന്ന് നോക്കുകയാണ്. ഈ വീടിൻ്റെ അടിത്തറ, ചുമരുകൾ, മേൽക്കൂര ഇതൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സിമെൻറ്റ് ഷീറ്റുകളാണ് ആദ്യം ആവശ്യം. അപ്പോൾ ഇത് നമ്മൾ ഈ എംസാൻഡും സിമെൻറ്റും ആണ് ഉപയോഗിച്ചത്. ഇത് 2:1 എന്ന രീതിയിലാണ്, 2 എംസാൻഡ് 1 സിമെൻറ്റ് എന്ന രീതിയിലാണ് എടുത്തത്. അപ്പോൾ നമുക്ക് ഷീറ്റുകൾ പണിയാം. 1 ഇഞ്ച് കനത്തിലാണ് നമ്മൾ ഷീറ്റുകൾ റെഡിയാക്കി എടുക്കേണ്ടത്. ഇതേപോലെ റെഡിയാക്കി പിന്നെ നമുക്ക് ആ അളവിനനുസരിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ആറിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ 2 ഷീറ്റുകളും ചുമരുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി നമുക്ക് മേൽക്കൂരയ്ക്ക് വേണ്ടിയിട്ടുള്ള ഷീറ്റ് റെഡിയാക്കാം. അതിന് എംസാൻഡാണ് ഇപ്പോൾ ഇവിടെ ചെരിഞ്ഞത്. അതിൻ്റെ മുകളിൽ അത് റെഡിയാക്കിയിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു കവറൊക്കെ വിരിച്ചിട്ട് നമുക്ക് മേൽക്കൂരൊക്കെ ഉള്ളത് ഷീറ്റും വാർത്തെടുക്കാം. ഇതിൻ്റെ മുകളിൽ നമുക്കൊരു പ്ലാസ്റ്റിക് കവർ വിരിക്കാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഫോർക്ക് കൊണ്ടൊരു വരകളിടാം. ചെറുതായിട്ട് ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അളവിനനുസരിച്ച് ഇത് കട്ട് ചെയ്ത് വെക്കാം.
ഇത് മുൻഭാഗത്തേക്കുള്ള ചുമരാണ്. അപ്പോൾ അതിന്മേൽ നമുക്ക് വാതിലിന് ജനലിനൊക്കെ വേണ്ടിയിട്ടുള്ള ഹോൾസുകൾ റെഡിയാക്കി വെക്കാം, കട്ട് ചെയ്തെടുക്കാം. വീട്ടിലുള്ള നൈസ് കമ്പി ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എടുത്തിട്ട് ഇത് ഈ ജനലിന് നമുക്കിങ്ങനെ ഐ പോലെ വെക്കാം. അപ്പം നമ്മുടെ വീടിന് വേണ്ടിയിട്ടുള്ള മുൻചുമര്, ബാക്ക് ചുമര്, സൈഡ് ചുമര്, മേൽക്കൂര എല്ലാം റെഡിയായി. ഇനി നമുക്ക് അടിത്തറക്ക് വേണ്ടിയിട്ടുള്ള ഷീറ്റ് റെഡിയാക്കി എടുക്കണം. ഏതെങ്കിലും പഴയ നെയ്സ് കമ്പികൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. ഞാൻ ഉപയോഗിച്ചത് നെയ്സ് കമ്പിയും പിന്നെ അതാ ഒരു ബോട്ടിൽ, നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ വെട്ടിയെടുത്ത കഷ്ണങ്ങളും അതും ആണ് ഇതിന് ഉപയോഗിച്ചത്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് സിമെൻറ്റ് ഇതേപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തേച്ച് മിനുക്കിയെടുക്കുക. നമ്മൾ ചുമരിന് വേണ്ടി തയ്യാറാക്കിയ ഷീറ്റിനെക്കാട്ടിലും കുറച്ചുകൂടി കനത്തിൽ വേണം ഇതിൻ്റെ ഷീറ്റ് റെഡിയാക്കി എടുക്കുക. കാരണം അടിഭാഗത്തേക്കുള്ളതാണല്ലോ, കുറച്ചുകൂടി നന്നായിട്ടുള്ള ഉറപ്പ് വേണം. ഈ ഷീറ്റിൻ്റെ മുകൾ ഭാഗം നമ്മൾ മിനുക്കിക്കളയരുത്. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇതേപോലെ ഒരു ഹാർഡായിരിക്കണം, എന്തെങ്കിലും വരകളോ മറ്റോ ഇട്ട് കൊടുക്കണം. കാരണം ഇതിൻ്റെ മുകളിൽ നമുക്ക് ചുമരുകളോ പൊട്ടിക്കാനുള്ളതാണല്ലോ. ഈ ചുമരുകളുടെ മുകളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ആറിയതിന് ശേഷം ഇതേപോലെ ചെറിയ ഡിസൈനുകളൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ഫോർക്ക് കൊണ്ടൊക്കെ വേണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. 24 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ ഷീറ്റുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാം എടുത്ത് നമുക്ക് ഒട്ടിച്ച് സെറ്റ് ചെയ്ത് വീട് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ അടിഭാഗത്തേക്കുള്ള ഷീറ്റ് എടുത്തു വെച്ചു. ഇനി നമുക്ക് ഇതേപോലെ സിമെൻറ്റ് മാത്രമാണ്. സിമെൻറ്റ് നന്നായിട്ട് ഇതേപോലെ കുഴച്ചെടുത്ത് ചാന്ത് രൂപത്തിലാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ തേച്ച് ഇതെല്ലാം ഒട്ടിച്ചെടുക്കുക. ചുമരുകളൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് മേൽക്കൂര വെക്കാം. മേൽക്കൂരയും വെച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് അടിഭാഗത്ത് കുറച്ച് പണികളുണ്ട്. രണ്ട് 2:1 എന്ന രീതിയിൽ കുഴച്ചെടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയ ഉരുളകളാക്കി ഇതേപോലെ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെക്കാം.
ഇനി ഒരു 24 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കിത് നനയ്ക്കുക. പിന്നെ ഉണങ്ങിക്കഴിഞ്ഞാൽ പെയിൻ്റ് അടിക്കുക. കയ്യിൽ സ്റ്റോക്കുള്ള കളറുകളാണ് ഇതിന് നമ്മൾ അടിക്കുന്നത്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം കളറുകളൊക്കെ തിരഞ്ഞെടുക്കുക. അപ്പോൾ നമ്മുടെ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വ്യത്യസ്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ബൈ.